സംസ്ഥാനത്ത് ശിവസേന എന്ന പാർട്ടിയുടെ ഘടകം തുടങ്ങിയിട്ട് 34 വർഷമായി. 1990കളിലാണ് ബാൽ താക്കറെയുടെ ആശയങ്ങളിൽ അഭിനിവേശം കൊണ്ട MS ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശിവസേനയുടെ ഘടകം കേരളത്തിൽ ആരംഭിച്ചത്. MS ഭുവനേന്ദ്രൻ പിന്നീട് ആംബുലൻസ് സർവീസ്, ചാരിറ്റി, അങ്ങനെയൊക്കെ ശിവസേനയുടെ മുഖം ഒരു ജനകീയ മുഖമാക്കിയെടുക്കുകയും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. എന്തിന്? ഗണേശോത്സവം എന്ന് പറയുന്ന സംഭവം മലയാളികൾ സിനിമയിൽ, ഉത്തരേന്ത്യൻ സിനിമയിൽ മാത്രം കണ്ടു പരിചയിച്ച ഗണേശോത്സവം കേരളത്തിൽ ആദ്യമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതും MS ഭുവനേന്ദ്രനായിരുന്നു ശിവസേനയുടെ ബാനറിൽ. എന്നാൽ ഇപ്പോൾ ശിവസേന സംസ്ഥാന ഘടകം തന്നെ പിളർപ്പിൻ്റെ വക്കിലാണ്. ഒന്ന് പിളർന്നു, പക്ഷേ അധികം ചലനമുണ്ടായില്ല. അധികം ചലനമുണ്ടാകാത്തത് ശിവസേന അങ്ങനെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായി ഇവിടെ കേരളത്തിലാകെ വ്യാപിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് ജനകീയ സമരങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്, ധാരാളം അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. ആശുപത്രി മേഖലയിലുള്ള ഇടപെടലുകൾ, ജനറൽ ഹോസ്പിറ്റലൊക്കെ ശിവസേന നിരന്തരം ഇടപെട്ടതിൻ്റെ ഫലമായി കൂടെയാണ് ജനറൽ ഹോസ്പിറ്റലൊക്കെ കുറച്ചധികം വികസനങ്ങൾ വന്നത്. വലത് സർക്കാർ, UDF സർക്കാർ ഭരിക്കുമ്പോഴാണ് പലപ്പോഴും അത്തരം സമരങ്ങൾക്കും അത്തരം ഇടപെടലുകൾക്കും ശിവസേന നേതൃത്വം കൊടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് MS ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ നേരിട്ടറിയാം, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ടറിയാം. അവരെ ഞാൻ നേരിട്ട് പലതവണ കണ്ടിട്ടും അവർക്കൊപ്പം സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ, അവരുടെ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. MS ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സംഘാടകൻ ഉണ്ടായതുകൊണ്ടാണ് ശിവസേന കേരളത്തിൽ ഇങ്ങനെ വേര് പിടിച്ചതും ഗണേശോത്സവമൊക്കെ ഇങ്ങനെ ജനകീയമായതും. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മറവിൽ ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാനോ അവർ ശ്രമിക്കുന്നുണ്ടാകാം. കാരണം അവരുടെ രാഷ്ട്രീയ അജണ്ട അതാണ്. എന്നാൽ MS ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി, ശിവസേനയുടെ ഓഫീസ് അറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നാണ് ശിവസേനയുടെ ഓഫീസ്. അവിടെ എപ്പോഴും ആംബുലൻസ് സൗകര്യങ്ങൾ സജ്ജമായിരിക്കും. തിരുവനന്തപുരത്ത് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ശിവസേന ചെയ്തിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഭുവനേന്ദ്രന് ഇപ്പോൾ ഒരു മാനസിക വിഷമമാണ്. കാരണം എന്താണ്? ഉദ്ധവ് താക്കറെയും ഷിൻഡെയും തമ്മിൽ പിരിഞ്ഞു. ഉദ്ധവ് താക്കറെ കോൺഗ്രസിനൊപ്പം പോയി. ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം നിന്ന ഉദ്ധവ് താക്കറെയും ശിവസേനയും കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യത്തിലേക്ക് പോയപ്പോൾ അവരുടെ നിലപാട്, കാതലായ നിലപാടിൽ മാറ്റം വന്നു. ഹിന്ദുത്വ അജണ്ടയിൽ മാറ്റം വന്നു. നിലപാടുകൾ മയപ്പെടുത്തേണ്ടി വന്നു. അത് കേരളത്തിലെ പ്രവർത്തകർക്കിടയിലും ഒരു ആശങ്കയും അസ്വസ്ഥതയും സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഷിൻഡെയുടെ ശിവസേനയിലേക്ക് ലയിച്ചു കഴിഞ്ഞു. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ ഇവിടെ പ്രകടമാകാത്തത് ശിവസേന ഒരു രാഷ്ട്രീയ ശക്തിയായി അത്ര വളർന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ പരിശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഷിൻഡെ വിഭാഗത്തിലേക്ക് ശിവസേന പോയത്, അറിയാതെ പോയത്. കാരണം എന്താണ്? ദേശീയ ജനാധിപത്യ സഖ്യത്തിലോ BJPയിലോ ഇപ്പോൾ ഇവർ ഇല്ല. ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശിവസേന ഉറപ്പായിട്ടും ശിവസേന പിളർന്നതൊക്കെ വാർത്തയായി മാറിയേനെ. പക്ഷേ ഇവർ ഷിൻഡെ വിഭാഗം, അങ്ങനെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഷിൻഡെ വിഭാഗത്തിൽ പോയി. ബാക്കിയുള്ള ആളുകൾ ഉദ്ധവ് താക്കറെയുടെ നയങ്ങളിൽ അതൃപ്തരാണ്. അദ്ദേഹം പറയുന്ന പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലൊക്കെ അതൃപ്തരാണ്. ഈ 34 വർഷം പിന്നിടുമ്പോൾ ഭുവനേന്ദ്രനും മനസ്സിലായി, മടുത്തു, രാഷ്ട്രീയം മടുത്തു. ഇനി ആത്മീയതയും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. ഈ വരുന്ന 21-ന്, അതായത് ചൊവ്വാഴ്ച എറണാകുളത്ത് ചേരുന്ന പ്രവർത്തകരുടെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ തീരുമാനം അറിയിക്കും. പ്രവർത്തകരോട് ചോദിക്കും, നമുക്ക് എന്ത് ചെയ്യണം? ഉദ്ധവ് താക്കറയുടെ കൂടെ തന്നെ നിന്ന് ഇന്ത്യ മുന്നണിയിൽ നിൽക്കണമോ? ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് കോട്ടം പറ്റും. കാരണം ഹിന്ദുത്വവാദമാണ് നമ്മുടെ മുഖമുദ്ര, അതിന് കോട്ടം തട്ടും. അതോ ഷിൻഡെയ്ക്കൊപ്പം BJP പാളയത്തിലേക്ക് പോകണമോ? അതെല്ലാം പ്രവർത്തകരുടെ, അതായത് നേതാക്കളുടെയും പ്രവർത്തകരുടെയും യോഗത്തിൽ തീരുമാനിക്കും. ഉറപ്പാണ് കേരളത്തിലെ ശിവസേന MS ഭുവനേന്ദ്രൻ ഈ സ്ഥാനം ഒഴിയുന്നതോടെ, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നതോടുകൂടി ശിഥിലമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ചോദിക്കാം, ഗണേശോത്സവം എങ്ങനെ നടക്കും? അതിന് ഭുവനേന്ദ്രൻ നേരത്തെ ഒരു പ്ലാനും പദ്ധതിയുമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിലാണ് ഗണേശോത്സവമൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. കേരളത്തിൽ MS ഭുവനേന്ദ്രൻ ശിവസേനയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ കെട്ടുറപ്പുള്ള ഒരു സംവിധാനം നഷ്ടമാകും. അത് ശിവസേനയെ കേരളത്തിൽ ശിഥിലമാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.